ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിന് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കണം. അങ്ങനെ കാണാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. എല്ലാവർക്കും അവരുടെ ലക്ഷ്യങ്ങളെ, ആഗ്രഹങ്ങളെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വഴിമാറിപ്പോകാൻ, ഫോക്കസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ ആഗ്രഹം നേടണമെങ്കിൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്നും, നമ്മുടെ ലക്ഷ്യം എന്ന ആ ഒരു ട്രാക്കിൽ നിന്നും നമ്മൾ വഴിമാറിപ്പോകാൻ പാടില്ല. നമ്മൾ ആ ഒരു ട്രാക്കിൽ തന്നെ ആയിരിക്കണം നമ്മുടെ യാത്ര. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസേഷനിലൂടെ കാണാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത്, അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പിക്ചർ എടുത്ത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്നതിന് പകരം നമുക്ക് നേരിട്ട് തന്നെ കാണാം. നമ്മുടെ ആഗ്രഹം നടന്നതായി സന്തോഷിച്ച് നമുക്ക് നന്ദി പറയാം. നമ്മളത് കാണുമ്പോഴെല്ലാം എൻ്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഞാനിത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ നമുക്ക് നന്ദി പറയാം. ചിലപ്പോൾ നമുക്ക് ഒരാഗ്രഹമായിരിക്കില്ല, 5 6 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര ആഗ്രഹങ്ങളുണ്ടോ അത്രയും ഫോട്ടോസ്, അത് സംബന്ധിച്ച അത്രയും ഫോട്ടോസ് എല്ലാം എടുത്ത് ഒരു ബോർഡിൽ, എല്ലാ ഫോട്ടോസും കൂടെ വെച്ച് ഒരു ബോർഡിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ വിഷൻ ബോർഡിനെ കുറിച്ചാണെന്ന്. അതെ, ഇന്നത്തെ വീഡിയോ വിഷൻ ബോർഡിനെ കുറിച്ച് തന്നെയാണ്. വിഷൻ ബോർഡിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയെടുക്കാം, മാത്രമല്ല വിഷൻ ബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം വിഷൻ ബോർഡ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആഗ്രഹത്തെ നേരിട്ട് കാണുമ്പോൾ, നമ്മുടെ ലക്ഷ്യത്തെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം എന്നൊരു ഫീൽ ഉണ്ടാകും. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രിഗർ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ വിഷൻ ബോർഡ് നിങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കത് കിട്ടിക്കഴിഞ്ഞു, അതായത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. പുറത്തുള്ള മനസ്സ് എന്ത് തന്നെ നടന്നു കഴിഞ്ഞു എന്ന് ചിന്തിച്ചാലും, അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ടെൻസിലാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നന്ദി പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പുറത്തുള്ള മനസ്സ് എന്ത് തന്നെ അത് നടന്നു കഴിഞ്ഞു എന്ന് ചിന്തിച്ചാലും ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ്ലി അത് വിശ്വസിക്കണം, അത് സത്യമാണെന്ന് വിശ്വസിക്കണം. എന്നാലാണ് നമ്മൾ അറിയാതെ തന്നെ ഉള്ളിലുള്ള ആ ശക്തി നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക. വിഷ്വലൈസേഷന്റെ പവർ വളരെ വലുതാണ്. ആ പവറോടുകൂടി നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിക്കും. വിഷൻ ബോർഡ് എല്ലാവർക്കും വർക്കാകുമോ, എല്ലാവർക്കും അത് സക്സസ് കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം വന്നേക്കാം. ഉറപ്പായും നമ്മൾ അതിൽ വിശ്വസിക്കണം, പൂർണ്ണമായും വിശ്വസിക്കണം. നമ്മുടെ ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ, ഉദ്ദേശം പ്യുവർ ആണെങ്കിൽ, നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ, വിശ്വാസം ഉറച്ചതാണെങ്കിൽ വിഷൻ ബോർഡ് ഉറപ്പായും സക്സസ് ആവും. ഇനി ഒരു ഫോട്ടോ വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ എല്ലാം ഫോട്ടോസ് വെച്ച് ആ ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിലോ, പിന്നെ നോക്കാം, ഇപ്പോൾ സമയമില്ല, നാളെ ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച് അധികം ഫോക്കസ് അവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് വേണ്ട ഗൈഡൻസ് നമുക്ക് കിട്ടില്ല, മാനിഫെസ്റ്റേഷൻ നടക്കില്ല. വിഷൻ ബോർഡ് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അത് വളരെ വലുതായിരിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ അടങ്ങിയ വിഷൻ ബോർഡ് ഓരോ തവണ കാണുമ്പോഴും ഈ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതായി മനസ്സിൽ ഇമാജിൻ ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കാർ ഓടിക്കണം, വളരെ ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് കാർ ഓടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചിത്രം ഞാൻ കാർ ഓടിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ പിക്ചർ വെച്ചാലും മതി. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യാം. ഞാൻ എൻജോയ് ചെയ്ത് കാർ ഓടിക്കുന്നു, ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എന്നുള്ള ആ ഒരു സന്തോഷം, ഹാപ്പി ഫീല് നമ്മൾ ഓരോ തവണയും വിഷൻ ബോർഡ് കാണുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ നന്ദി പറയുന്നു.
ഒരു വിഷൻ ബോർഡ് വെച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നേടാൻ സാധിക്കുമോ? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് ചോദ്യം വന്നേക്കാം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് നോക്കാം. നിങ്ങൾക്കൊരു വീട് വെക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വീടിന്റെ ഒരു ചിത്രം നിങ്ങൾ വിഷൻ ബോർഡിൽ ഒട്ടിക്കുക. എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യുന്നു. അത് കിട്ടിയതുപോലെ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. ഒരു പീരീഡ് എത്തുന്ന സമയത്ത് സബ്കോൺഷ്യസ് മൈൻഡ് ഇത് വിശ്വസിക്കും. നിങ്ങളും വിശ്വസിച്ചു തുടങ്ങും, ഈ വീട് എൻ്റെയാണ്, ഈ വീട് എൻ്റെയാണ് എന്ന്. ആ ഫോട്ടോ, ആ ചിത്രം കാണും തോറും ഈ വീട് എൻ്റെയാണ്, എങ്ങനെയും ഇത് നേടണം എന്ന് സ്ട്രോങ് ആയി നമ്മൾ ചിന്തിച്ചു തുടങ്ങും. പല വിധത്തിൽ നമ്മൾ ചിന്തിക്കും. നമ്മുടെ ബ്രെയിൻ നമുക്ക് പല ഐഡിയാസും തരും. വീട് വെക്കാൻ, അതിനു വേണ്ട പൈസ, എല്ലാത്തിനെ കുറിച്ചും നമ്മുടെ ബ്രെയിൻ നമുക്ക് ഐഡിയാസ് തരും. വീട് സംബന്ധിച്ച ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുവാൻ തുടങ്ങും. അത് റിയാലിറ്റി ആക്കാൻ വേണ്ട പോസിബിലിറ്റീസ്, സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, പ്രവർത്തിക്കും. നമ്മുടെ ഇപ്പോഴുള്ള വരുമാനത്തിൽ ഇത് വർക്കാകുമോ, ലോൺ അപ്ലൈ ചെയ്യണമോ, വേറെ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ പല രൂപങ്ങളിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഐഡിയാസ് തോന്നിത്തുടങ്ങും. കാരണം ആ വീട് നിങ്ങൾ സ്വന്തമാക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ ഐഡിയാസും ബ്രെയിൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾ ഡൗൺ ആയേക്കാം. നമ്മൾ ഡൗൺ ആകുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളിൽ മേലുള്ള ഫോക്കസും ഡൗൺ ആകും. അങ്ങനെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ ഈ വിഷൻ ബോർഡ് നമ്മളെ വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. വിഷൻ ബോർഡ് കാണുമ്പോഴെല്ലാം ഇതാണ് ഞാൻ, ഇങ്ങനെ ഒരു ഹാപ്പി പേഴ്സൺ ആണ് ഞാൻ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫിനാൻഷ്യൽ ഗോള്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വീട് എന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ബുക്കിൽ നിങ്ങൾ അത് വ്യക്തമായിട്ട് എഴുതുക. ആദ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംബന്ധിച്ച കുറച്ച് ഫോട്ടോസ് നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം, ന്യൂസ് പേപ്പറിൽ നിന്നും എടുക്കാം. നിങ്ങളുടെ തന്നെ പിക്ചർ വേണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരിക്കും. നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അത് സംബന്ധിച്ച ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ആ ബോർഡിൽ ഒട്ടിക്കാം. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ആ ബോർഡിൽ ഒട്ടിക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ സംബന്ധിച്ചത്, അതുപോലെ തന്നെ കരിയർ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി, യാത്രകൾ, പേഴ്സണൽ ഹോബീസ്, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഫോട്ടോസ് എല്ലാം നമുക്കതിൽ വെക്കാവുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയുള്ള വ്യക്തിയായി നിങ്ങൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു ഹാപ്പിയസ്റ്റ് പേഴ്സണായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും സമാധാനമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു പിക്ചർ എടുത്ത് നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം. നിങ്ങളുടെ വിഷൻ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണം, ദിസ് ഇസ് ദ പേഴ്സൺ ഐ എം ഗോയിങ് ടു ബിക്കം. ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇവിടെ എത്തേണ്ടതാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ ഇന്ന പോലെ ആകണം, ഞാൻ ഒരുപാട് സന്തോഷമുള്ള വ്യക്തിയാണ്, ഞാൻ ഒരുപാട് സമാധാനമുള്ള വ്യക്തിയാണ്, ഞാൻ ഇതാണ് എന്ന് ഓരോ പ്രാവശ്യവും അത് കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ സന്തോഷിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സംബന്ധിച്ച് ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുന്നുവോ ആ വിഷ്വലൈസേഷനോടൊപ്പം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും പറയേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം, ലക്ഷ്യങ്ങളായിരിക്കണം നിങ്ങൾ വിഷൻ ബോർഡിൽ വെക്കേണ്ടത്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇത് അടുത്ത വർഷത്തിനുള്ളിൽ എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു റിയലിസ്റ്റിക് ഗോൾ മാത്രം നിങ്ങൾ വിഷൻ ബോർഡിൽ എഴുതുക. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ഇതൊരു ന്യായമായിട്ടുള്ള ആഗ്രഹമാണ്, ഇത് സാധിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം നമുക്ക് 2025 വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഒരു വർഷത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് നേടണം എന്നുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കാം. വിഷൻ ബോർഡിൽ ഫോട്ടോസ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള മോട്ടിവേഷണൽ കോട്ട്സ് വെക്കാം. അത് നമുക്ക് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ വെച്ചിരിക്കുന്ന കോട്ട് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ അതിനുവേണ്ടി കരുക്കൾ നീക്കും എന്ന പൗലോ കൊയ്ലോയുടെ മനോഹരമായ കോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാക്ടീസിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫാമിലിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബെസ്റ്റ് ഹാപ്പി അമ്മയാണെന്ന് എഴുതാം. എൻ്റെ കുട്ടികൾ വളരെ സ്നേഹമുള്ളവരാണെന്ന് പറയാം. എൻ്റെ കുടുംബം വളരെ സന്തോഷത്തിലാണ് ഉള്ളതെന്ന് പറയാം.
അതുപോലെ തന്നെ സാമ്പത്തികം സംബന്ധിച്ചതാണെങ്കിൽ എൻ്റെ സേവിങ്സ് നന്നായി നടക്കുന്നു, ബാങ്കിൽ ഇത്ര എമൗണ്ട് എനിക്ക് സേവിങ് ആയി ഉണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഡീറ്റെയിൽഡായി ആദ്യം ഒരു പുസ്തകത്തിൽ എഴുതുക, എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക, എന്നിട്ട് നന്ദി പറയുക. വിഷൻ ബോർഡിലുള്ള നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, വിഷ്വലൈസ് ചെയ്യേണ്ടത്, നന്ദി പറയേണ്ടത്. ഒരിക്കലും അവിടെ നമുക്ക് സംശയമോ അതുപോലെ തന്നെ ഭയമോ ഇത് നടക്കുമോ എന്നുള്ള ഒരു ചിന്തകളും നമുക്ക് അവിടെ വരരുത്. വിഷൻ ബോർഡ് പ്രാക്ടീസ് നിങ്ങൾ ഒരു ദിവസത്തിൽ 2 or 3 പ്രാവശ്യം ചെയ്യുക. അതിൽ കൂടുതലായാലും വളരെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതായി നിങ്ങൾ തന്നെ ആദ്യം വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും അത് വിശ്വസിച്ച് തുടങ്ങും. എപ്പോഴും പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നെഗറ്റീവായ വാക്കുകൾ സംസാരിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി സംബന്ധിച്ച് ആരെങ്കിലും നെഗറ്റീവായി സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ ഇടപെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഡിയർ ഫ്രണ്ട്സ്, വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഓൾ ദി വെരി ബെസ്റ്റ്.